ചിരിയും കളിയും അടിപൊളി പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മുടെ സ്റ്റേജ് തകർക്കാനായിട്ട് കുട്ടി പാട്ടുകാരൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ടീം അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ചുപേരെ വെൽക്കം ചെയ്യാനുണ്ട് അല്ലേ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. മധു അങ്കിൾ, ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. ഞാൻ ഇവിടെ പാട്ട് റിഹേഴ്സൽ നടക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പൊ രണ്ട് കുഞ്ഞി ആൾക്കാര് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചു, മീനോട് ചേച്ചി ഒറ്റ കെട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ ആരുടെയോ കൂടെ വന്ന ആൾക്കാർ, ഇവൻ ആ ഹായ് മറന്നുപോയി അല്ല ആ ഹായ് എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ നോക്കി. അങ്ങനെ നോക്കിയപ്പോ നമുക്ക് പരിചയമുള്ള രണ്ടാൾക്കാര് പല്ലൊക്കെ പോയിട്ട് വന്നപ്പോ ഷേപ്പ് മാറിപ്പോയി. അങ്ങനെ രണ്ടാൾക്കാര് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം രണ്ട് ചക്കരമുത്തുകളാട്ടോ MJ അങ്കിളെ, ആര്യ ചേച്ചി. ഒന്ന് വൈദേഹി കുട്ടി, പിന്നൊന്ന് വേദിക കുട്ടി. ഇപ്പൊ കുറച്ച് ബിഗ് ഗേൾസ് ആയി. എത്രല്ല പഠിക്കുന്ന 3ാം ക്ലാസ്സിൽ. ലിറ്റിൽ ഏഞ്ചൽ ആയിരുന്നു നമ്മുടെ. ഇത് അത്ഭുതമാണ് കേട്ടോ. അതെ, കാരണം മീൻകുട്ടൻ ഒരു സീസൺ കഴിഞ്ഞാൽ മറന്നുപോലോ. എന്ത് ഞാൻ മറന്നൊന്നും പോയില്ല. പിന്നെ ഞാൻ മറന്നൊന്നും പോയില്ല. ഇവര് പെട്ടെന്ന് വിളിച്ചപ്പോ ആദ്യം എനിക്ക് മനസ്സിലായില്ല. കുറച്ചു നേരം കഴിഞ്ഞാണ് എനിക്ക് പിടികിട്ടത്. കാരണം അവരുടെ അന്ന് പല്ലൊന്നും ഇല്ല, ഫുൾ ഇടയായിരുന്നു. ഇവിടെ ആ ഫ്രണ്ട് ഗ്രില്ലൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പോയി വന്നത്. എങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടിട്ട്? കൊള്ളാവോ? കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അവിടെ ഇതിന്റെ കളർ മാറ്റി, അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, നമുക്ക് പാട്ട് കേക്കാട്ടോ. ടോപ്പ് സിംഗറിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു മെലഡിയാണ്. അത് പാടുന്നത് ആരാണെന്ന് അറിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് കേൾക്കാനായിട്ട് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. വേറെ ആരുമല്ല, നമ്മുടെ റിയാൻകുട്ടനാണ്. റിയാൻകുട്ടൻ്റെ ഒരു മെലഡി പെർഫോമൻസ് കാണണ്ടേ? സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിയാൻകുട്ടൻ ഓൺ സ്റ്റേജ്. എന്തോ ഇൻസ്റ്റ തുറക്കാൻ വയ്യാട്ടോ. റിയാൻകുട്ടന്റെ ഫാൻസ് ഫാൻസ്. അതെ, അയ്യോ ഒരു രക്ഷല്ല. റിയാൻകുട്ട എന്തോ ആര്യ ചേച്ചി കിടിലൻ ഷർട്ടാണല്ലോ. ഇത് ഭയങ്കര സുന്ദരനാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എന്തോ കഴിഞ്ഞ ദിവസം ഞാൻ പാടിയ ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു? റിയാൻകുട്ടൻ ഡിങ് 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 പാട്ട് പാടി കഴിഞ്ഞാ ഭയങ്കരായിരുന്നു ഓർക്കസ്ട്ര. ഞാനത് ഒന്നുകൂടെ നന്നാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. MJ അങ്കിൾ പരിശ്രമിക്കുന്നു. എന്തോ ഏത് പാട്ട്? വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. ഏത് മ്യൂസിക് ഡയറക്ടർ? കൈതപ്പുറം സാർ. ഏത് എഴുത്തുകാരൻ? കൈതപ്പുറം സാർ തന്നെ. ഏത് സിനിമ? കളിയാട്ടം. ഏത് പാട്ടുകാരൻ? പാട്ടുകാരൻ യേശുദാസ് സാർ. വർഷം 1997. എല്ലാം അറിയാലോ. സാറേ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താണ്? ഇന്നലെ ഞങ്ങള് പാട്ട് കഴിഞ്ഞതിന് ശേഷം ജഗത്ത് വന്നേ. അപ്പൊ പെട്ടെന്ന് അക്കരമാവിൻ കൊമ്പിൽ എന്ന് പറയുന്ന പാട്ട് അവന് ഓർമ്മ വന്നപ്പോ അവൻ പറഞ്ഞു, നമുക്ക് ബാൻഡ് ലാബിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓർക്കസ്ട്രേഷൻ ചെയ്താലോ വെച്ച് പല്ലയും മൊത്തം ചെയ്തു. അതെനിക്ക് നല്ല ഇഷ്ടായി. ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല, എന്നാലും ഇഷ്ടപ്പെട്ടു. എന്തൊരു സിൻസിയർ ആയിട്ടുള്ള അപ്പൊ ഉദ്ദേശിച്ച പോലെ വരട്ടെ. അപ്പൊ ഉദ്ദേശിച്ച പോലെ വരുമ്പോ മാത്രമാണ് അത് ഓക്കെ ആവേണ്ടത്. ഏകദേശം എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഏകദേശം പറ്റത്തില്ല എന്ന് പറയണം കേട്ടാ. അപ്പൊ ഒന്നുകൂടെ ബാൻഡ് ലാബിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ പാട്ട് കേൾക്കാം അല്ലേ? താങ്ക് യു ചേച്ചി. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ ചെമ്മാന പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോടേ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ മഞ്ഞളണിഞ്ഞൊരു പൂമയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ പെണ്ണേ കണ്ണാടി
കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് പൂവിളി പോലെ പൂവിലുറങ്ങിയ ഗന്ധം പോലെ പൂരം കുളിയുടെ പൂവിളി പോലെ പൂവിലുറങ്ങിയ ഗന്ധം പോലെ മാരൻ വീട്ടും തമ്പുരു പോലെ നിലാവിലൊരുങ്ങി മയങ്ങണ കണ്ണേ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്. വെരി ഗുഡ് വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. അങ്ങനെയുണ്ടോ? പാട്ടിലുണ്ടോ താങ്ക് യു സാർ? ഇല്ല. അങ്ങനെയുണ്ടോ? അത് പാട്ടിന്റെ കൂടെ വന്നപ്പോ എനിക്ക് തോന്നുന്നു, അത് ശ്രുതിയാർന്ന് വന്നപ്പോ എനിക്ക് തോന്നുന്നു ഈ പാട്ടിന്റെ കൂടെ ഉള്ളതാണെന്ന്. അതെ, എന്താന്നറിയോ, വേദിയിലൊക്കെ ഇങ്ങനെ പാട്ട് പാടിക്കുമ്പോ താങ്ക് യു എന്ന് പറയില്ലേ, അതുപോലെ പറയാൻ ശ്രമിച്ചു. ഗാനമേളക്കൊക്കെ പറയണ പോലെ അല്ലേ? പക്ഷെ അറിയാൻ കൂടെ എനിക്ക് തോന്നുന്നതേ, ആ പാട്ടൊന്ന് ലിങ്കർ ചെയ്ത് തീർന്നു കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മതി. എങ്ങനെ ചേർന്ന് പാട്ടിനോട് ചേർന്ന് പറയണ്ട, നിർത്തിയതിനു ശേഷം മതി. നോക്കും നേരത്ത് നിർത്തിയതിനു ശേഷം താങ്ക് യു പറയാം. ഇനിയും സമയമുണ്ട്. അപ്പൊ ഞങ്ങള് വെരി ഗുഡ് ഗുഡ് നൈസ് എന്നൊക്കെ പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് താങ്ക് യു. ഈ വണ്ണാത്തിപ്പുഴ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള ഈ ബാണപ്പുഴ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കൈതപ്രം സാറിന്റെ ഇടമുണ്ടല്ലോ കൈതപ്രം, അവിടെ കൂടെയൊക്കെ പോകുന്ന ഒരു പുഴയുടെ പേരാണ് വണ്ണാത്തിപ്പുഴ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
ഓ ആ ഓക്കെ. വളരെ സുന്ദരമായിട്ടുള്ള ഒരു സോങ് സെലക്ഷൻ ആണ്. ഈ റിയാങ്കുട്ടൻ എങ്ങനെ കൃത്യമായിട്ട് സോങ് സെലക്ഷൻ ചെയ്യുന്നു? ഞാനല്ല, ഗ്രൂമേഴ്സ് സെലക്ട് ചെയ്യണതാ. ആ അങ്ങനെയാണെങ്കിൽ റിയാങ്കുട്ടന് പറ്റിയ സാധനമാണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു റിയാങ്കുട്ടനെ കണ്ട് മറ്റ് നമ്മുടെ കുട്ടികൾ പഠിക്കണം എന്ന് പറഞ്ഞ സോങ് സെലക്ഷൻ ആയിരിക്കും. എല്ലാ പ്രാവശ്യവും കൃത്യമായിരിക്കും. അതെ അതെ. ആ അത് ഗ്രൂമേഴ്സിന്റെ മാത്രം കാര്യമില്ല, അത് റിയാങ്കുട്ടന്റെയും കൂടെ ഒരു സംഭവമാണ്. മനോഹരൻ നിന്നൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. ആ അതാണ് പറഞ്ഞത്, അത് സെലക്ട് ചെയ്തില്ലേ. അപ്പൊ റിയാങ്കുട്ടൻ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണേ, ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ അവർക്കും കൂടുതൽ മാർക്ക് കിട്ടുമായിരിക്കും ഇല്ലേ? ആ ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയത് ആ ബേസ് നോട്ട്സിലല്ലേ, ബേസ് നോട്ട്സ് കുറച്ചും കൂടെ മൈക്ക് അടുപ്പിച്ച് പാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും, ക്ലാരിറ്റി ഉണ്ടാവും. ആ അപ്പൊ വണ്ണാത്തി ഇല്ല അത് പാടുമ്പോ ഞാനിപ്പോ വണ്ണാത്തി എന്ന് പാടുന്നതിന് വ്യത്യാസം ഉണ്ടല്ലോ. മൈക്ക് കുറച്ചുകൂടെ അടുപ്പിക്കുകയാണെങ്കിൽ വണ്ണാത്തി ആ പഠിക്ക വണ്ണാത്തി. ആ അപ്പൊ കണ്ണാടി കണ്ണാടി നാടി നാടി നേരത്ത് നേരത്ത്. ആ അവിടെ അവിടെ നമ്മൾ പുഷ് ചെയ്യുമെന്ന് വെച്ചാൽ ശ്രുതി പോ, കുറച്ച് ഷാർപ്പാവും. നേരത്ത്. അങ്ങനെ അത്രയും പോകാൻ അത്രയും പാടില്ല, സോഫ്റ്റ് ആക്കാനും പാടില്ല, കുറുപ്പിന്റെ നെഞ്ചി കയറാൻ പാടില്ല, കളരിയുടെ പുറത്തു പോകാൻ പാടില്ല. നേരത്ത് നേരത്ത്. ആ അങ്ങനെ മെലോഡിയസ് ആയിട്ട് പാടുമ്പോഴാണ് കുങ്കുമമിട്ട് അവിടെ നിന്ന് ഒന്ന് ഇമ്പോർട്ടൻസ് ഇളകണം, അവിടെ ഇളക്കി പാടണം, അല്ലെങ്കിൽ ഇളക്കണം. അതെങ്ങനെയാ ഇളക്കുന്നത്? കുങ്കുമമിട്ട അങ്ങനെ. അയ്യോ അങ്ങനെ അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, സമരത്തിന് പോകണം. അങ്ങനെ കൊടുക്കണ്ട. കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ ഇളകിയ പൊന്നരയോടെ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ മഞ്ഞളണിഞ്ഞൊരു പൂമയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ കണ്ണേ. നല്ല പ്രത്ത് കിട്ടിയാലോ. അത് കുറച്ചും കൂടെ ഇത് കൊടുക്കാം. മഞ്ഞളണിഞ്ഞൊരു പൂമയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ കണ്ണേ. അത്രയും ഇളക്കണ്ട, അത്രയും ഇളക്കം വേണ്ട, കുറച്ച് ഇളക്കം പക്ഷെ എന്നാലും ഇളക്കണം. അപ്പോഴാണ് അവിടെ എന്നിട്ട് വണ്ണാത്തി എന്ന് വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരിക്കും അങ്ങനെ പാടുമ്പോ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ മേളില് തിരുവാതിരയിൽ ശ്രീ പാർവതിയ അത് ബേസില് നല്ല രസമായിട്ട് പാടി മോൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നീരാട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോയി, കാരണം പെട്ടെന്ന് ശബ്ദം അങ്ങോട്ട് ഷൗട്ട് ചെയ്ത പോലെ. അത് കുറച്ചും കൂടെ ഒന്ന് ഹസ്കി ആയിട്ട് പാടാമോ? തിരുവാതിരയിൽ കറക്റ്റ്, ശ്രീ പാർവതിയ നല്ലത്. പെണ്ണേ നീ രാത്രിയിലാരെ തേടുന്നു, മെലോഡിയസ്, ശ്രീമംഗലയ ഉഗ്രൻ, വനമല്ലികയാ സ്മൂത്ത്, പൂമാലക്കാവിൽ നിന്ദിനു വന്നു. ഇനി അടുത്ത് നീരാട്ടിനിറങ്ങും പൗർണമി. അയ്യോ ശിവപൗർണമി, അത് എത്ര പാടിയിട്ടും ക്ലിയർ ആയില്ല. അത് ശരിയാവും. നീരാട്ടിനിറങ്ങും നീരാട്ടിനിറങ്ങും ശിവപൗർണമി, ശിവപൗർണമി, ശിവപൗർണമിയല്ലേ നീ, നീരാജനമെരിയും നിൻ മോഹങ്ങളിൽ ഞാനില്ലേ. ഇത് ഇങ്ങനെ. പക്ഷെ അടുത്ത ചരണത്തിൽ കനലാടി ഇറങ്ങി മുടിയേന്തിയ തെയ്യം തോറ്റം പാട്ടിടറും ഇടനെഞ്ചിൽ ഞാനില്ലേ എന്ന് പറയുമ്പോ അത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പാടിക്കഴിഞ്ഞാൽ ആ ലിറിക്സിന് കറക്റ്റ് ആണ്. അപ്പൊ പറഞ്ഞ മനസ്സിലായോ? ഗുട്ടൻസ്. പക്ഷെ എന്നാലും ഈ പാട്ടിൽ റിയാൻകുട്ടന്റെ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. പൂവിളി പോലെ പൂവിലുറങ്ങിയ ഗന്ധം പോലെ പൂരം കുളിയുടെ പൂവിളി പോലെ. താങ്ക് യു. അത് റിയാൻകുട്ടൻ ഏത് പാട്ട് പാടിയാലും ഉണ്ടാകും, ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. ഉറപ്പാണ്.
റിയാൻകുട്ട എന്തോ നന്നായി പാടി മോനെ. താങ്ക് യു സർ. ഉഗ്രനായിരുന്നു കേട്ടോ. താങ്ക് യു. വളരെ നന്നായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് ഇപ്പൊ MJ പറഞ്ഞ പോലെ പല്ലവിയൊക്കെ നന്നായിട്ട് പാടി. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഹമ്മിങ് പാടിയില്ലേ, അതും കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കണം. ഒന്ന് പാടി. ഇപ്പൊ ഓക്കെ, പെർഫെക്റ്റ് ആയി. ആ ടേക്കിൽ അത് ആ ഭാഗത്ത് കുറച്ചൊന്ന് രണ്ടാമത്തെ പോർഷനില്ലേ അത് കുറച്ചൊന്ന് അല്ല അനുപല്ലവി. പിന്നെ ഒരു ടെമ്പോ വ്യത്യാസം തോന്നിയത് കാൽത്തള കൊഞ്ചി ചെറിയൊരു വലിഞ്ഞു പോയി. അതെ, അതൊന്ന് വലിഞ്ഞു പോയി. പിന്നെ സസ്റ്റെയിൻ കണ്ണാടി നോക്കുന്ന നേരത്തെന്നുള്ളതിന്റെ സസ്റ്റെയിന്റെ പിച്ച് പല്ലവിയില് കൊണ്ട് പല്ലവിയുടെ ഇതൊക്കെയാണ് സംഭവിച്ചത്. കൊറേ ഉണ്ടല്ലേ. അത് കുഴപ്പമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതെ, ഓരോന്നോരോന്നിട്ട് അതെന്തിനു മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണോ അതൊക്കെ കണ്ടുപിടിക്കണേ. ഇതൊക്കെ ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ റിയാൻകുട്ടന്. അത് ഈ ബ്രത്തിന്റെ ഒക്കെ ഇഷ്യൂ കൊണ്ടും പിച്ചിന്റെ ഇഷ്യൂ കൊണ്ടും ആണ് സംഭവിക്കുന്നത് കേട്ടോ. അത് കുറച്ചു കഴിയുമ്പോഴത്തേക്കും ശരിയാവും. ഓക്കെ ഓക്കെ. റിയാൻകുട്ട, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ടാണ് റിയാൻകുട്ടൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ സോങ്, നല്ലൊരു ഒരു പട്ടുപോലത്തെ ഒരു പാട്ടാ. പക്ഷെ പാടുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ടല്ലേ. റേഞ്ച് ഇങ്ങനെ കിടക്കുക, താഴെ ബേസിലും പാടണം, മേളില് ടോപ്പിലും പാടണം, അതിന്റെ ഇടയിൽ ശ്വാസം നോക്കണം, എന്തൊക്കെ നോക്കണം റിയാൻകുട്ടന് പാടുമ്പോ. മോഡുലേഷൻസ് നോക്കണം. അതെ, മാത്രല്ല അതിന്റെ ഡീറ്റെയിൽസ് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം പാടാൻ വേണ്ടിട്ട്. മിടുക്കനായിട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു റിയാൻകുട്ടൻ എന്ന് പാടിയത് കേട്ടോ. നല്ല സെലക്ഷൻ. ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച എന്താന്ന് പറഞ്ഞാൽ ഫോൾസെറ്റോ പാടുന്നുണ്ട് റിയാൻകുട്ടൻ. ഫോൾസെറ്റോ പാടുന്നുണ്ട്. ആ ഹമ്മിങ് ഒക്കെ പാടും. അയ്യോ, അത് കള്ളത്തൊണ്ടാന്ന് പറയണ്ട. കഴിഞ്ഞ പാട്ടിലും ഞാൻ പറഞ്ഞിരുന്നു അതൊരു ടെക്നിക്കാണ്. ഹെഡ് വോയിസ് അതിനെ കള്ളത്തൊണ്ടാക്കി പറയുന്ന വേറൊരു പേരാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഹെഡ് വോയിസ് എന്ന് പറയുന്നത് ആ ഹെഡ് വോയിസിന്റെ അറ്റമുണ്ടല്ലോ, അവിടെ നിന്ന് ഫോൾസെറ്റ് തുടങ്ങും. അതാണ്. അപ്പൊ നമുക്ക് ചിലപ്പം ഹെഡ് വോയിസ് കൃത്യമായിട്ട് അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഫോൾസെറ്റോ ആയിട്ട് കൂടുതൽ തോന്നും. അതാണ്. അപ്പൊ അങ്ങനെ പാടുമ്പോഴത്തേക്ക് ചില സിലബിൾസ് വരുമ്പോ ഇല്ലേ, ഇപ്പൊ ആ പോലത്തെ അക്ഷരങ്ങൾ വരുമ്പോ അപ്പോ റിയാൻകുട്ടന്റെ കൺട്രോൾ ഇടക്ക് പോകുന്ന പോലെ തോന്നുന്നു കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിടുക്കനാവും റിയാൻകുട്ടൻ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ ഫോൾസെറ്റോ പാടാൻ പഠിച്ചത് തന്നെ. റിയാൻകുട്ടൻ അത് തന്നാലേ വരിക. ഓക്കെ, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. റിയാൻകുട്ടന് മാർക്ക് വേണ്ടേ? വേണം. അപ്പൊ ഇന്നത്തെ മാർക്ക് പറയട്ടെ റിയാൻകുട്ട. ഇന്നത്തെ മാർക്ക് 97 out of 100. റിയാൻകുട്ട, എന്തോ അടുത്ത പ്രാവശ്യം നമുക്ക് 100 അടിക്കണേ. അടിക്കാം. യെസ്. ടാറ്റ പറഞ്ഞോ എല്ലാവരും. ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, നിങ്ങൾ രണ്ടാൾ അല്ലെങ്കിൽ നമ്മൾ 3 പേരും കുറച്ച് കരുതി ഇരിക്കേണ്ട സമയമായി. കാരണം ഇനി വരാൻ പോകുന്നത് ഒരു മെയിൻ വേരാണ് MJ അങ്കിളുടെ. അതിൽ കുറെ ശിഖരങ്ങൾ ഉണ്ടാവും, പക്ഷെ മെയിൻ വേര് സുപ്രഭാതം. തിരുവനന്തപുരം. സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞ. അതെ, അയ്യോ, അപ്പോഴത്തേക്ക് ദേഷ്യം വന്ന് നോക്ക്. തിരുവനന്തപുരത്തെ പറ്റി ഒന്നും പറയരുത്. അതെ, അങ്ങനെ കട്ടക്കലിപ്പാവാതിരിക്കാൻ നമ്മൾ തിരുവനന്തപുരത്ത് ആ മെയിൻ വേരിനെ വിളിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. നമ്മുടെ തിരുവനന്തപുരം വരുമ്പോ എന്തോ ഒരു സന്തോഷം. തിരുവനന്തപുരത്തിന്റെ തല കണ്ടോ? തിരിഞ്ഞടാ, ഇത് കണ്ടോ? കരുവല്ലം. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ആണോ? തിരുവനന്തപുരത്ത് എല്ലാവർക്കും സുഖാണോ? അനിയത്തിക്കുട്ടി സുഖമായിരിക്കും. സുഖം. തിരുവല്ലം എന്ത് പറയുന്നു? തിരുവല്ലത്ത് നല്ല മഴയാണ് ഇപ്പോൾ.
മഴയാണിപ്പോ. നല്ല മഴയാണ് ഇപ്പോൾ. ഇടിയും ഉണ്ട്. മഴയും ഇടിയും ഒരു കുടുംബം. കൊള്ളാം. ഈ ഡ്രസ്സ് കറക്കി അടിപൊളി. തിളങ്ങുന്നുണ്ടല്ലേ? മൊത്തത്തിൽ തിളങ്ങുന്നുണ്ട്. മൊത്തം നക്ഷത്രമാണ് അതില്. അവിടെ ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? പോറുണ്ട്. ഞാനും പോകാറുണ്ട് ഇടയ്ക്ക്. അല്ലാതെ ബലിയിടാനും പോകാറുണ്ട്. അങ്ങനെ പോകാറുണ്ടോ? അങ്ങനെ പോറില്ല, അല്ലാതെ തൊഴാനൊക്കെ പോറുണ്ട്. ഇങ്ങനെ പോകാറുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടുന്ന പാട്ടിതാ. മേലെ മുകിലിൻ കൂടാരം. പെർഫോമൻസ് ആണ്. അതല്ലേ എനിക്ക് ഇത്ര സന്തോഷം. ഗ്ലിറ്റർ. അതുകൊണ്ടാണ് അതാണ് ഇത്ര തിളക്കം ശരിക്കും അല്ലേ? ഇങ്ങനത്തെ ലെഹങ്ക ഉണ്ടാവില്ലേ, വെഡിങ് ലെഹങ്കാസ് ഈ ഒരു പാറ്റേണിലൊക്കെ കാണാം. എന്താർത്ഥം? ഇങ്ങനെ പാവാടയും ടോപ്പും ഒരു ഷോളും ഉണ്ടാവും. അതാണ് ലെഹങ്ക. കുറച്ചുകൂടി എനിക്കറിയാം അതിന് പേര് ഒരു ഡ്രസ്സാണ്. ഫോം ഓഫ് ഏകദേശം ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ അതിന് അർത്ഥം എന്താ ചോദിച്ചത്? അതറിയാൻ മേല. ആണോ? ഇതൊക്കെ അറിയാതെയാണ് നിങ്ങളൊക്കെ ഇടുന്നത്? അതെന്താ ഇത് അറിയുന്നത്? ഇപ്പൊ ഷർട്ടിന്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞ്. അങ്ങനെ അർത്ഥമൊന്നുമില്ല. ലെഹങ്ക എന്ന് വെച്ചാൽ ലെഹങ്ക. കിട്ടിയല്ലോ. ഇവിടെ ബബായി പോയി. ഞാൻ ബബ്ബയാവും. അതിനല്ലേ എനിക്കൊരു സൂപ്പർ അനിയത്തി അവിടെ അതൊക്കെ വിട്ടേക്കോ. അപ്പൊ പാടിക്കോളൂ. പാണ്ടിപ്പട അല്ലേ? അതെ, മൂവി. യെസ്. ബാക്കി ഡീറ്റെയിൽസ്. വർഷം 2005. മ്യൂസിക് സുരേഷ് പീറ്റേഴ്സ് സാർ. പാടിയത് അഫ്സൽ സാറും ചിത്രാമ്മയും. ലിറിക്സ് IS കുണ്ടൂർ സാർ. ഓൾ ദി ബെസ്റ്റ്. All the best. Thank you.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കോറസ് സൂപ്പർ. ടോപ്പ് ബാൻഡ് കലക്കി. ഫ്രാൻസിസ് സാബാഷ്. പൊളി. മനസ്സിലും വെളിയിലും ഒക്കെ ഒരു ചിരി പടർത്തുന്ന ഒരു ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. പെർഫോമൻസ് എന്ന് പറയാൻ കാരണം ഒരുപാട് ഓവറാക്കാതെ പാട്ടിന് എന്താണോ വേണ്ടത് ആ രീതിയിലുള്ള വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൂമെന്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം അല്ലേ, പിന്നെ എങ്ങനെ ഇങ്ങനെ ചെയ്യാതിരിക്കും. അത് തണ്ടർഫുൾ ആയിരുന്നു കേട്ടോ. പക്ഷെ പാടുന്ന സമയത്തും ആ ചിരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ചിരി വരുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ BGM വരുമ്പോഴാണ് ചിരി വരണേ. ആദ്യത്തെ BGMത്തിൽ ചിരിയുണ്ട്, പാടുമ്പോൾ സീരിയസ് ആണ്, പിന്നെയും ഡാൻസ് കളിക്കുമ്പോഴും ചിരിയുണ്ട്, ഡാൻസ് അതിലൊക്കെ ചിരിയുണ്ട്. അപ്പൊ ആ ചിരിയും കൂടെ നമ്മുടെ പാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുതുചിരികൾ വിടർത്തിയാൽ നമുക്കും ആ ചിരികൾ നമ്മളിലും ഉണ്ടാവും, കേൾക്കുന്നവരിലും ഉണ്ടാവും. ആ ചിരിയാണ് ഈ പാട്ടിന് വേണ്ടത്. ദിസ് പാട്ട് ഈക്വൽസ് ചിരി. ചിരിയില്ലെങ്കിൽ ദിസ് പാട്ട് ഇല്ല, അല്ലേ? പാട്ട് വെട്ടി, അത് പറ്റത്തില്ല. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെന്താ വെച്ചാൽ ഈ ദുപ്പട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതാണ് അഡ്ജസ്റ്റ് അപ്പൊ നമ്മളെ ബോദർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മൾ അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് നമ്മൾ പാടില്ല കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പോയി ഇതിലായി പോകും. അപ്പൊ നമ്മളെ പാട്ടിൽ ചിലപ്പോൾ ഫോക്കസ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ BGM കഴിഞ്ഞപ്പോഴത്തേക്കും പവിഴ കൊലുസ് അങ്ങനെ തുടങ്ങുന്നില്ലേ, അവിടെ കറക്റ്റായിട്ട് എത്തില്ല, അവിടെ വിട്ടുപോയി, കാരണം ഫോക്കസ് വിട്ടുപോയി. പിന്നെ ഏറ്റവും അധികം ശ്രുതി കയറേണ്ട ഒരു സ്ഥലമാണ് ശ്രുതി ഉണർന്നേ എന്നുള്ളത്. പക്ഷെ അവിടെ ഉണർന്നില്ല എന്ന് മാത്രമല്ല, ശ്രുതി വേറെ മാതിരി അയ്യോ എന്ന് പറഞ്ഞ ശ്രുതി എന്തോ ശ്രുതിക്ക് എന്തോ വിഷമമുള്ള പോലെ തോന്നി. അത് ആ ശ്രുതി ചേർത്ത് പാടാമോ? ഇപ്പോഴും സീരിയസ് അല്ലേ? ഇപ്പൊ സീരിയസ് അല്ലേ? ചിരി ചിരി ചിരി. അപ്പൊ ശ്രുതി പോയി. ചിരിയും ശ്രുതിയും കളയാതെ പാടി നോട്ടെ. അതുപോലെ ശ്രുതി ശ്രുതി അതാണ് ഉണർന്നെന്ന് പാടുമ്പോഴും ആ ഒരു ലാൻഡിങ്ങില് ടെൻഡൻസി ഉണ്ട്, ഫ്ലാറ്റ് ആവാൻ. ചിരി വരുമ്പോ ശ്രുതി പോവും, ശ്രുതി വരുമ്പോ ചിരി പോവും. ഇത് രണ്ടും വരുമ്പോ കഥ പോവും, കഥയില്ലാതായി പോകും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞുമകളെ, കേട്ടോ. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കും? ശ്രുതി ശ്രുതിയല്ല ശ്രുതി. ശ്രുതി, ശ്രുതി, കഥ, ചിരി. ചിരി. ഈ പാട്ട് വേറൊരു ലെവലിലെത്തിക്കും. അത് മൂന്നും കൃത്യമാണെങ്കിൽ. ഓക്കെ, കൃത്യമാക്കുക മകളെ. തിരുവനന്തപുരം അല്ലേ? നമുക്ക് ഇങ്ങനെ പറയണ്ടേ, വി ലവ് യു തിരുവനന്തപുരം. വി ലവ് യു തിരുവനന്തപുരം. തിരുവനന്തപുരത്തുള്ളവർക്ക് മാത്രം ഒരു ഹൈ. കേരളത്തിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഹായ്. അപ്പോഴോ നമ്മുടെ ടീം സ്ട്രോങ് ആണ്. അമൃതക്കുട്ടി എന്തോ നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. പിന്നെ ഡാൻസ് കളിച്ചപ്പോഴൊക്കെ നല്ല പ്രസരിപ്പുണ്ടായിരുന്നു, പ്രസരിപ്പ്, ഗ്രേസ്ഫുൾ ആയിരുന്നു. ഡാൻസ് കളിച്ചപ്പോഴൊക്കെ നല്ല ചിരി ഉണ്ടായിരുന്നു, അല്ലാത്ത സമയത്തൊക്കെ നല്ല ചിരിയുണ്ട്, ഇപ്പോഴും നല്ല ചിരിയുണ്ട്. പാടുന്ന സമയത്ത് മാത്രം എന്തുകൊണ്ട് ചിരിയില്ല എന്നാണ് എന്റെ ചോദ്യം. ഇനി വരത്തില്ലേ? അതെ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു. അപ്പൊ ഓ സാവരിയ തുടങ്ങിയില്ലേ, അതിൽ ഒരു ഓ പാടിക്കേണ്ട ഒരു സംഗതി ഇല്ലേ, അത് സ്ലിപ്പായി പോയി ഫസ്റ്റ് കേട്ടോ. പിന്നെ പൂമഞ്ചൻ തെന്നൽ ചുമക്കുന്നു, അത് നമ്മുടെ അനുപലവി കഴിഞ്ഞിട്ട് പവിഴക്കൊലുസൊത്തിരി ഉണ്ട് എന്നുള്ള ആ ചരണം കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്ത് പൂമഞ്ചൻ തെന്നൽ ചുമക്കുന്നു, അത് ചേർന്നില്ല. അതൊന്ന് പാടി. അത് തന്നെ, അതാണ് എത്താഞ്ഞത്. പൂമഞ്ചം അത് കേട്ടോ. പിന്നെ നേരത്തെ MJ പറഞ്ഞ പവിഴക്കൊലുസൊത്തിരി ഉണ്ട് തുടങ്ങിയത് ശ്രുതി, ഏഴാനകളൊത്ത്, പിന്നെ ശ്രുതി ഉണർന്നില്ല, അതൊക്കെയാണ് ഉണ്ടായത്. എന്നാലും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് പാടി. എപ്പോഴും ആ ഒരു പോസിറ്റീവ്നെസ് അവിടെ എപ്പോഴും ഉണ്ട്. പിന്നെ ആ ഗ്യാരണ്ടി എപ്പോഴും നമുക്കുണ്ട്. അമൃത അവിടെ വന്നു കഴിഞ്ഞാൽ പൊളിക്കും. പിന്നെ എനിക്ക് മറ്റേ ഫ്രാൻസിസ് വായിച്ച സംഭവം അടിപൊളിയായിരുന്നു, ഉഗ്രനായിരുന്നു. ചരണത്തിന്റെ ഇടയിൽ ബേസ് ഗിറ്റാറിന്റെ ഒരു സംഭവം വരുന്നില്ല, അതൊന്നും എങ്ങനെയാന്ന് കേൾക്കട്ടെ.
അത് തന്നെ രസമല്ലേ കേൾക്കാൻ ആ ഭാഗം? നല്ല രസമുണ്ട്. ഗ്രൂവി ഉണ്ട്, പിന്നെ റണ്ണിങ് ബേസ് ഉണ്ട്, Yes. നന്നായിട്ടുണ്ട്. യെസ്, സൂപ്പർ. അപ്പൊ കൊള്ളാം. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാര്യമായിട്ട്. എന്തൊക്കെയാണ്? ചിരി, കഥ, ശ്രുതി. 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 അതെ. അമൃതക്കുട്ടി, എന്തോ ഐ ലവ് ഹൗ ഇന്റലിജന്റ് യു ആർ. വളരെ ബുദ്ധിപൂർവമാണ് പാട്ടില് അമൃതക്കുട്ടിയുടെ വോയിസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ചില ഭാഗങ്ങളിൽ ഹസ്കി ആക്കേണ്ട പാട്ടുകൾ, ചില പാട്ടുകൾ വരുമ്പോൾ വളരെ ഹസ്കിയാക്കി ബ്യൂട്ടിഫുള്ളായി പാടും. പെർഫോമൻസ് പോലത്തെ റൗണ്ടുകൾ വരുമ്പം ആ ഹസ്കിനെസ് മാറ്റി ആ വോയിസിന് വേണ്ട പവർ കൊടുത്ത് പാടും. അതിൽ തന്നെ ഇന്നിപ്പം സ്റ്റാർട്ട് ചെയ്ത ആ ഓ സാവരിയ പറഞ്ഞ ഭാഗമല്ലേ, അവിടെ വേറൊരു ടെക്സ്ചറിലാണല്ലേ വരുന്നത്. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ അത് അമൃതക്കുട്ടി. അപ്പൊ അമൃതക്കുട്ടിക്ക് കൃത്യമായിട്ട് എവിടെയാണ് ആ ഒരു വോയിസിന്റെ ടെക്സ്ചേഴ്സ് യൂസ് ചെയ്യേണ്ടത് എല്ലാത്തിനും ഒരു കണക്ക് കൂട്ടലുണ്ട്, കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെരി ഇന്റലിജന്റ്. വളരെ അത് മാത്രല്ല ഇവിടെ വന്ന അമൃതക്കുട്ടി ഇപ്പോഴത്തെ അമൃതക്കുട്ടി തമ്മിൽ എന്തൊരു വ്യത്യാസം. അതെ, ഒരു സൈലന്റ് കില്ലറാണ് അമൃതക്കുട്ടി. ഇവിടെ വന്ന് ഇവിടെ ശാന്തമായി വരുന്നു, ശാന്തമായി സംസാരിക്കുന്നു, പക്ഷെ പെർഫോമൻസ് ഒക്കെ അതിഗംഭീരം, ശാന്തമായി പോകുന്നു. അതെ അല്ലേ? ശരിയാണ്. സ്വന്തമായിട്ട് അറിയാലോ. ഈ പറഞ്ഞ ശാന്തതയിലൂടെ ഈ പെർഫോമൻസിലൂടെ നമ്മൾ ഫൈനലിൽ വരെ എത്തിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല കേട്ടോ. വളരെ ശരിയാണ് അല്ലേ? പിന്നെന്താ, തിരുവനന്തപുരം അല്ലേ? എന്താ പറയാത്ത? ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാ ജനങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമല്ലേ. അപ്പോ ആ ഒരു ഇന്റലിജന്റ് ആയിട്ട് അങ്ങനെ വോയിസ് യൂസ് ചെയ്യുന്നതിന് ഒരു ഉഗ്രൻ കയ്യടി നമ്മുടെ ഒന്നത്. രണ്ട്, ആ ഒരു ജോയ് ഉണ്ടായിരുന്നു എവിടെ ആ പെർഫോമൻസ് ചെയ്യുന്ന സമയം. ഞാൻ കണ്ടായിരുന്നില്ലല്ലോ, കണ്ടില്ലല്ലോ. വന്നായിരുന്നു, ഇടയ്ക്ക് വന്നു പോയായിരുന്നു. എവിടെയായിരുന്നു ആ ജോയ്? എനിക്ക് കണക്ഷൻ വിട്ടുപോന്നു. കണക്ഷൻ ജോയ്. അതെ, ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ സ്റ്റെപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ എല്ലാം പുതിയ സ്റ്റെപ്സ് ആണല്ലോ. ഞാൻ കുറച്ച് മാറ്റി പിടിച്ചത്. ആര് പഠിപ്പിച്ചു പുതിയ കൊറിയോഗ്രാഫി? ഞാൻ സ്വന്തമായിട്ട് ഇടുന്നെ. ഇതൊക്കെ സ്വന്തമായിട്ട് കണ്ടു മതിയായില്ല കേട്ടോ ആ സ്റ്റെപ്സ്. നല്ല രസമുണ്ടായിരുന്നു. അയ്യോ, എല്ലാം കിഡിലെ സ്റ്റെപ്സ് അടിപൊളിയായ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റെപ്സ് ആയിരുന്നു. അതാണ് തിരുവനന്തപുരം. അപ്പൊ എന്തായാലും തിരുവനന്തപുരം കലക്കി. നല്ല ബ്യൂട്ടിഫുൾ മലയാളി എന്ന നിലയിൽ ഞാൻ മനസ്സിന്റെ ഉള്ളിൽ അസൂയാണ്. എറണാകുളം ടീമും വരാനുണ്ട്, അധികം കിടന്നു വരും. അപ്പൊ അമൃതക്കുട്ടി, എന്തോ ബാക്കിയൊക്കെ MJ സാർ പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ: കഥ, ശ്രുതി, ചിരി. യെസ്. അപ്പൊ ഇത് 3 കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രില്യന്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്ക് അറിയാം അല്ലേ? അപ്പൊ ഇന്ന് അമൃതക്കുട്ടിക്ക് ഒരു 68 മാർക്ക് തരാം. 68. അതെന്താ 100-ൽ 68 മാർക്ക് അല്ലേ? അല്ലല്ല, മാറിപ്പോയത് 78. അല്ലല്ല 68 ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ 3 10 മാർക്ക് വീതം കൊടുക്കും. കഥയ്ക്ക് 10, ശ്രുതിക്ക് 10, ചിരിക്ക് 10. അപ്പൊ എത്രയായി? 98. Yeah, it is going to be 98 on 100 for Tirundaram. കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞാൽ ഈ മാർക്ക് പോയി നോട്ട് ചെയ്യണം. എന്നിട്ട് 3 കാര്യം ശ്രദ്ധിച്ചിട്ട് അടുത്ത പ്രാവശ്യം വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ബൈ, ഗുഡ് നൈറ്റ്.